വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്താണ്? നമ്മുടെ ഫസ്റ്റ് ഇൻട്രോയിൽ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ചിക്കൻ അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് അതിന് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ചിക്കൻ അച്ചാർ എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? ചിക്കൻ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു 650 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മറ്റേ സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 30 മിനിറ്റ് നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം ആ മസാലയൊക്കെ നല്ല ഉള്ളിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ചിക്കനെ ഒരു 30 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പം ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണയിലും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം. നമ്മൾ ഒരു സെക്ഷൻ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ വറുത്തെടുത്ത് അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഇതിലേക്ക് ആദ്യമേ കടുക് ഒന്ന് പൊട്ടിക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, ഞാൻ ചെറുതായിട്ട് ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ അളവ് ഇച്ചിരി കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം അത്രയും ടേസ്റ്റ് കൂടത്തുള്ളൂ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്തു. അടുത്തായിട്ട് നമുക്കിനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 3 വെളുത്തുള്ളി അല്ലികളാക്കി എടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂത്ത് വരത്തില്ല. ആ ഒരു പരുവം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് വഴന്ന വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരത്തില്ല. ആ ഒരു പരുവം. ഇതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, അതൊന്നും കുഴപ്പമില്ല. ഉപ്പൊക്കെ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും വഴറ്റിന് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഞാൻ ചേർത്തു. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വളരെ കുറച്ചൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് വിനീഗർ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വിനീഗറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ ഒരു ദിവസം നമ്മൾ മൊത്തം ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ആ എരിവും പുളിയും ഉപ്പും ഒക്കെ ആ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരു ദിവസം ഫുള്ള് ഇത് ഇങ്ങനെ തന്നെ അടച്ചു വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.